വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഒരു മിനി വ്ളോഗാണ് കേട്ടോ. ഞാൻ മുന്നേ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 2 ദിവസത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഈ ഒരു വീഡിയോ ഞാൻ ഈദിൻ്റെ പിറ്റേ ദിവസമാണ് കേട്ടോ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഇതായിരുന്നു ഇപ്രാവശ്യം ഞാൻ ഈദിന് ഇട്ടിട്ടുണ്ടായിരുന്ന മെഹന്തി. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇത്രയും ഹെവി ആയിട്ട് ഇടുന്നത്. അല്ലെങ്കിൽ അധികം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഞാൻ തൊപ്പിയായിട്ട് തന്നെയാണ് ഇടയിലുള്ളത്. അല്ലെങ്കിൽ സിമ്പിളായിട്ട് എന്തെങ്കിലുമൊക്കെ മൂണോ സ്റ്റാറോ അങ്ങനെയൊക്കെ വരച്ചു കൊടുക്കും. ഇപ്രാവശ്യം പിന്നെ ഇങ്ങനെ ഇടാൻ തോന്നിയതുകൊണ്ട് കുറച്ചധികം സമയം എടുത്ത് പിൻട്രസ്റ്റിലൊക്കെ നോക്കി അങ്ങനെ ഇട്ടിട്ടുള്ളതേനു. അപ്പോൾ അത് ഈദിൻ്റെ പിറ്റേ ദിവസമാണല്ലോ, പോയിട്ടില്ല കേട്ടോ. നല്ല കളറൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ആ റൂമിൽ വന്നിട്ട് ഡെസ്കിലുള്ള സാധനങ്ങളൊക്കെ ആ എടുത്ത സ്ഥലത്ത് നിന്ന് തിരിച്ചു വെച്ചിട്ട് ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇത് ഞാൻ മൈലാഞ്ചി ഇട്ട സമയത്ത് ഡെസ്കിലും കുറച്ചായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിൻ്റെ അന്ന് ക്ലീൻ ചെയ്തപ്പോൾ അത്യാവശ്യം സോപ്പൊക്കെ ആക്കി കഴുകിയിട്ടുണ്ടായിരുന്നു. എന്നാലും ആ ഒരു ഷെയ്ഡ് ചെറുതായിട്ടുണ്ട് കേട്ടോ. ഇനി എന്തായാലും ഒരു പ്രാവശ്യം കൂടെ ഇതിൽ വൈറ്റ് അടിച്ച് കൊടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അധികം റിസ്ക് എടുത്ത് ഞാൻ പിന്നെ അത് കളയാൻ നിന്നില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പോയിട്ട് ചായ കുടിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോൻ്റെ താഴെ ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ഒറ്റയ്ക്കാണോ വീട്ടിൽ താമസിക്കണത്, കാരണം ഒറ്റയ്ക്ക് കുക്ക് ചെയ്യാണ്ട് ഒറ്റയ്ക്ക് റൂമിൽ വന്ന് കഴിക്കുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് ചോദിച്ചതാണെന്ന് പറഞ്ഞിട്ട് കേട്ടോ. ഞാൻ ഒറ്റയ്ക്കല്ല, ഫാമിലീൻ്റെ കൂടെ തന്നെയാണ്. അതൊക്കെ Q&A വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, ആരൊക്കെയുണ്ട് വീട്ടിലെന്നൊക്കെ. പിന്നെ ഒറ്റയ്ക്ക് കുക്ക് ചെയ്യണതും കഴിക്കണതും എന്താണെന്ന് വെച്ചാൽ, കുക്ക് ചെയ്യണത് എനിക്ക് പണ്ടേ ഭയങ്കര ഇഷ്ടമാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ഓരോന്ന് ഇങ്ങനെ കാണുന്ന സമയത്തൊക്കെ ഉണ്ടാക്കി നോക്കും. നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഉണ്ടാക്കി നോക്കാമല്ലോ. അങ്ങനെ എന്നെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ ഉണ്ടാക്കി നോക്കലുണ്ട്. പിന്നെ ഞാൻ കുറേ വട്ടം പറഞ്ഞിട്ടുണ്ട്, രാവിലെ എനിക്ക് അത്ര ഹെവി ആയിട്ടുള്ളൊന്നും കഴിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ തന്നെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് കഴിക്കണമെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ അർത്ഥം വീട്ടിൽ വേറെ ഒന്നും ഉണ്ടാക്കലില്ല എന്നല്ല. മെയിനായിട്ട് നമ്മൾ ഉണ്ടാക്കണ ഈ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ദോശ, അപ്പം, പുട്ട്, അതൊക്കെ ഉണ്ടാക്കലുണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ എല്ലാവരും അത് തന്നെ കഴിക്കല, എല്ലാവർക്കും അത് തന്നെയാണ് ഇഷ്ടം. ഇവിടെ എനിക്ക് മാത്രമേ ഇങ്ങനത്തൊക്കെ പറ്റുള്ളൂ. പിന്നെയും കുറച്ചൊക്കെ കഴിക്കുക അമ്ലുവാണ്. അപ്പോൾ ഓനക്കുള്ള എടുത്ത് വെച്ചിട്ടേ ഞാൻ കഴിക്കലുള്ളൂ. ഉണ്ടെങ്കിൽ ഓനക്കും കൂടെ കൊടുക്കലുണ്ട്. അതൊന്നും വീഡിയോയിൽ കാണിക്കലില്ല എന്നുള്ളൂ. കാരണം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുണ്ടല്ലോ, ഞാൻ കൂടുതലും ഇന്നെ ഫോക്കസ് ചെയ്തിട്ടാണ് എൻ്റെ റൂമും എൻ്റെ വർക്കും അങ്ങനെ ഞാനുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ലേ വീഡിയോ എടുക്കലുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ മാത്രം കഴിക്കുന്നതും ഞാൻ ഉണ്ടാക്കുന്നതും മാത്രം കാണുന്നത്. ബാക്കിയുള്ളവരും മീൻസ് വീട്ടിൽ ബാക്കിയുള്ളവർക്കും ഞാൻ കൊടുക്കലും ഒരു കഴിക്കലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ വീഡിയോയിൽ കാണിക്കാത്തതുകൊണ്ട് നിങ്ങൾ കാണുന്നില്ല എന്നുള്ളൂ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഉണ്ടാക്കണ എല്ലാ ടൈപ്പും ഞാൻ ഉണ്ടാക്കണോണ്ടല്ല, ഓൽക്കിങ്ങനെ ഇങ്ങനത്തെ ഐറ്റംസ് ചിലപ്പോൾ എല്ലാം ഒന്നും ഇഷ്ടാവില്ല, അമ്മക്കോ അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്കൊന്നും അങ്ങനെ എല്ലാം ഒന്നും ഇഷ്ടാവില്ല. എന്തെങ്കിലും കുക്ക് ചെയ്യണതിന് മുന്നേ ഞാൻ ചോദിക്കും ആർക്കൊക്കെ വേണമെന്നുള്ളത്. അപ്പോൾ വേണമെന്നുള്ളപോലെ ആ ഒരു ക്വാണ്ടിറ്റിയും കൂടി കൂട്ടിയിട്ടാണ് ഞാൻ കുക്ക് ചെയ്യലുള്ളത്. വേണ്ടാന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കി കഴിക്കും. അപ്പോൾ അതങ്ങനെയൊക്കെയാണ്. ആ ഡൗട്ടൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണേ. അങ്ങനെ പിന്നെ എൻ്റെ ചായടിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഡെസ്ക് ഒന്നും കൂടെ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്തെങ്കിലും ഇതിമ്മ വെച്ചിട്ട് ഫുഡോ എന്തെങ്കിലുമൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞാൽ ഞാൻ അപ്പം തന്നെ ക്ലീൻ ചെയ്യലുണ്ട്. പിന്നെ ഈ റൂമിൽ കൊണ്ടുവന്ന് കഴിക്കുന്നത് അതും ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഈ റൂമിൽ ഈ ടേബിളുമ്പോൾ മാത്രമേ അത്യാവശ്യം വെളിച്ചമുള്ളൂ കേട്ടോ. ബാക്കിയുള്ളിടത്തൊക്കെ കുറച്ച് വെളിച്ചം കുറവാണ്. അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് ലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ ആവണമല്ലോ എന്ന് വിചാരിച്ചിട്ടും കൂടെയാണ്. But I also want a future where I'm okay. Living life is doing lots of cocaine. Wait, no, it's living with no shame. Wait, no, it's sleeping in on Sundays. I guess it's different for... പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുപ്പിയിൽ വെള്ളമൊക്കെ നിറച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി അടിച്ചു വാരുക അങ്ങനത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ ഈ വീഡിയോക്ക് വോയിസ് റെക്കോർഡിങ് ആയിരുന്നപ്പോൾ മഴയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. മഴ ഇല്ലയെന്ന് കണ്ടിട്ടാണ് ഞാൻ വോയിസ് കൊടുക്കാൻ തന്നെ വിചാരിച്ചത്. പക്ഷെ ഇപ്പോൾ നല്ല മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചിലപ്പം ബാക്ക്ഗ്രൗണ്ട് സൗണ്ടും കേൾക്കുന്നുണ്ടാവും. പിന്നെ വോയിസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി മഴ പോണത് നോക്കി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഉടലൊക്കെ കണക്കിയ കാരണം ഇപ്പോൾ എപ്പോഴും മഴയാണല്ലോ. ആ ഒരു ദിവസം ഞാൻ അത്രയൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ എന്തോ കാരണം കൊണ്ട് എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇത് വേറൊരു ദിവസം എടുത്തിട്ടുള്ള വീഡിയോ ആണ്. എനിക്ക് കുറച്ച് പോസ്റ്റ് ചെയ്യാനും പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ പോവാണ്. നല്ല രാവിലെയാണ് കേട്ടോ പോണത്. എനിക്ക് തോന്നുന്ന ഒരു 9 മണി ആ ഒരു സമയത്തൊക്കെ ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ ഞാൻ പോസ്റ്റ് ഓഫീസിലാണ് പോയത്. എന്നിട്ട് ഇതൊക്കെ ഒന്ന് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് കരുതി. കാരണം രാവിലെ ആകുമ്പോൾ തീരെ തിരക്കുണ്ടാവില്ല കേട്ടോ. 11 മണി കഴിഞ്ഞാൽ പിന്നെ ഒരു 2 മണി 3 മണി വരെ ഭയങ്കര തിരക്കേ കാരണം. അങ്ങനെ അതൊക്കെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ചെറിയൊരു കൂൾ ബാർ പോലെ ഒരു ചെറിയൊരു ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ഞാൻ കോഫിയും ചിക്കൻ റോളൊക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ പോകുന്നതുകൊണ്ട് തന്നെ എനിക്കൊന്നും കഴിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല.
അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നേരെ അവിടുന്ന് ടൗണിൽ പോയിട്ട് ഫസ്റ്റ് തന്നെ പോയിട്ട് പ്രിൻ്റ് ചെയ്യാനുള്ള ഒരു 2 ഷീറ്റ് പ്രിൻ്റ് ചെയ്തു. പിന്നെ ക്രാഫ്റ്റ് ഷോപ്പിൽ പോയിട്ട് എനിക്ക് കുറച്ച് റാപ്പിംഗ് ഷീറ്റ്സും ഫ്രെയിമൊക്കെ വാങ്ങാണ്ടായിരുന്നു. എനിക്ക് കുറച്ചധികം മിനി ഫ്രെയിംസിൻ്റെ ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു 40 ഫ്രെയിം 42 അത്രയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ആ ഫ്രെയിംസ് എനിക്ക് അത്രയും ഇന്ന് വാങ്ങും വേണം. പിന്നെ അത് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റാപ്പിംഗ് ഷീറ്റ് വേണമല്ലോ, റാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും ഞാൻ നോക്കി വാങ്ങണം. എല്ലാം ഒരേപോലെയുള്ള ഷീറ്റാണ് വേണ്ടത്. കാരണം ഇതൊക്കെ ഒരാൾക്കുള്ള ഫ്രെയിമാണ്, ഒരേ തീമിൽ ഒരേപോലെ ചെയ്യേണ്ടതാണ്. സ്റ്റുഡൻസിന് കൊടുക്കാൻ വേണ്ടിയിട്ടാട്ടോ, സീനിയേഴ്സിന് ജൂനിയേഴ്സ് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ റാപ്പിംഗ് ഷീറ്റ് ഞാൻ ഈ ഒരു ഫ്രെയിം കറക്റ്റ് വെച്ച് നോക്കിയിട്ട് ഒന്നിൽ എത്ര കൊള്ളും എന്നൊക്കെ നോക്കിയിട്ട് അങ്ങനെ അതിനനുസരിച്ച് കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്രെയിമിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ കുറച്ച് നേരം കൊണ്ടൊരു അരമണിക്കൂർ കൊണ്ട് എത്തിക്കാമെന്നാണ് പറഞ്ഞത്. ആ ഒരു സമയം കൊണ്ട് ഞാൻ വിചാരിച്ചു എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്, കുറച്ചൊരു ഗ്രോസറി ഷോപ്പിംഗ്. അപ്പോൾ അതൊക്കെ ചെയ്യാമെന്ന് കരുതി. അതൊക്കെ കഴിഞ്ഞ് പോകാനാകുമ്പോഴത്തേന് ഫ്രെയിമും റെഡി ആയിട്ടുണ്ടാവുമല്ലോ. വി മാർട്ടിലുള്ള ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അതിൻ്റെ പേര് മാറ്റി അറേബ്യൻ മാൾ എന്നൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ വി മാർട്ട് എന്ന് പറഞ്ഞ് ശീലമായതുകൊണ്ട് തന്നെ നമുക്ക് പറയുമ്പോൾ അത് ഒരിതാണ്. അവിടെ കയറി ചെന്നപ്പോൾ തന്നെ കുറേ ഐറ്റംസ് ഇങ്ങനെ ഓഫറിന് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ കോഫി മേറ്റും ന്യൂട്ടല്ല പിന്നെ കുറേ ബിസ്ക്കറ്റും അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയതിന് ശേഷം പിന്നെ എനിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ എടുക്കുകയാണ്. ഞാൻ ഈ കോഫീൻ്റെ ചെറിയ സെഷൻ ഉണ്ടല്ലോ, അതാണ് കേട്ടോ അധികം വാങ്ങലുള്ളത്. പിന്നെ പാൽപ്പൊടീൻ്റെ തന്നെ ഈ ചെറിയ 10 രൂപേൻ്റെ പാക്ക് ഉണ്ടല്ലോ, അതും ഒരു 2-3 വാങ്ങിയിട്ടുണ്ടായിരുന്നു. കോഫി ഉണ്ടാക്കുമ്പോൾ അങ്ങനെ പാലില്ലാത്ത സമയത്തൊക്കെ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ എനിക്ക് സോപ്പൊക്കെ വാങ്ങാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ നോക്കി വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ചന്ദ്രിക സോപ്പിൻ്റെ സെറ്റ് ഉണ്ടല്ലോ, കോംബോ ആയിട്ട് വരുന്നത്, അതാണ് വാങ്ങിയിട്ടുള്ളത്. പിന്നെ ഈ ഒരു ചെമ്പരത്തി താളി പൗഡർ, വെളിച്ചെണ്ണ, അങ്ങനത്തെ കുറച്ച് ഹെയർ എസെൻഷ്യൽസും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിൽ വന്നപ്പോൾ ഓറഞ്ച് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ കാലമായിട്ടോ ഇങ്ങനത്തെ ഓറഞ്ച് കഴിച്ചിട്ട്. അതല്ലാത്ത ഈ മുസമ്പി ഇപ്പം എല്ലായിടത്തും ഉണ്ടല്ലോ, പക്ഷേ ഈ ഒരു ടൈപ്പ് ഞാൻ കഴിച്ചിട്ട് കുറേ ആയി. അപ്പോൾ അത് എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കവറൊക്കെ എടുത്ത് അതിലേക്ക് ഇടാൻ തുടങ്ങിയപ്പോൾ ഇങ്ങനെ തൊട്ട് നോക്കിയപ്പോൾ ഒന്നും ഒരു സുഖമല്ല. ഒക്കെ ഒരു പഴയ പോലെ വാടിയ പോലെ കുറേ മുന്നേ കൊണ്ടുവന്ന് വെച്ച പോലെയൊക്കെ തോന്നിയതുകൊണ്ട് ഞാൻ പിന്നെ അത് എടുത്തില്ല. പിന്നെ വേറെ ആവശ്യമുള്ള കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ വാങ്ങുകയാണ്. ഈ ഒരു ബോക്സ് കിവിക്ക് 165 രൂപയാണ് കേട്ടോ പ്രൈസ്. 3 പീസേ ആകെ ഉണ്ടാവുള്ളൂ. നമ്മൾ ഇങ്ങനത്തെ ടൈപ്പ് ഫ്രൂട്ട്സൊക്കെ വാങ്ങുമ്പോൾ സീസണിൽ വാങ്ങാൻ വേണ്ടി നോക്കാം. അപ്പോൾ നമുക്ക് മാക്സിമം റേറ്റ് കുറച്ചിട്ട് വാങ്ങാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ നല്ല വിലയിക്കാരം. ഈ ഒരു വീഡിയോ ഞാൻ കുറച്ച് മുന്നേ എടുത്താന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അന്ന് സ്ട്രോബെറിൻ്റെ സീസൺ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ സ്ട്രോബെറി ഒരു ബോക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒരു ക്യാപ്സിക്കം വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ന്യൂഡിൽസ്, നമ്മളെ സാധാ മാഗി ഇപ്പി അങ്ങനത്തെ ഇൻസ്റ്റൻറ്റ് ന്യൂഡിൽസ് അല്ലാണ്ട് ഇങ്ങനെ കിട്ടുമല്ലോ, അത് വാങ്ങണമെന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും ഇതേപോലെ ഒരു പാക്കറ്റ് നോക്കി വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ പാലും തൈരൊക്കെ കിട്ടുന്ന ആ ഒരു സെക്ഷനിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് ഒരു പാക്ക് പാലും പിന്നെ എനിക്ക് തൈരും വേണ്ടേനു, അതും ഒരു പാക്ക് എടുത്തിട്ടുണ്ട്. എനിക്ക് മുന്നിൽ വെച്ചിട്ടുള്ള സാധനം എടുക്കാതെ ബാക്കിൽ നിന്ന് കൈയിട്ടെടുക്കണ ഒരു സ്വഭാവമുണ്ട്. അതാകുമ്പം പുതിയ ഡേറ്റിലുള്ളത് കിട്ടും. ഇത് കുറച്ചും കൂടെ ഡേറ്റ് എക്സ്പയറി ആവുന്നതിനനുസരിച്ച് ഒരു മുന്നിക്കാക്കി വെക്കുമല്ലോ. അങ്ങനെ അവിടുന്ന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങി ഞാൻ എല്ലാം ബില്ല് ചെയ്തിട്ട് പിന്നെ ഒരു ഓട്ടോയിൽ അവിടുന്ന് തന്നെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടുന്ന് ഞാൻ നേരെ ആ ഒരു ഷോപ്പിൻ്റെ മുന്നിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് ഒരിടത്ത് വെച്ചിട്ടുള്ള ഫ്രെയിമും പിന്നെ കുറച്ച് ധമാക്കോളും കൂടെ വാങ്ങാണ്ടായിരുന്നു. അതും കൂടെ എടുത്തിട്ട് ആ ഒരു ഓട്ടോയിൽ തന്നെ തിരിച്ച് വീട്ടിൽ പോവാട്ടോ ചെയ്തേ. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ ഈ ഒരു വീഡിയോ. ഒരു കുഞ്ഞു വ്ളോഗാണ്. സോ ഇനി നമുക്ക് വേറൊരു വീഡിയോയിൽ കാണും വരെ ബൈ.